സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 5 പുതിയ ഗോത്ര നൃത്ത രൂപങ്ങളാണ് പുതിയതായി ഉൾപ്പെടുത്തിയത്. അതിൽ പല നൃത്തരൂപങ്ങളും പഠിപ്പിക്കാൻ ആളുകളില്ലാത്തതിനാൽ തന്നെ മറ്റു പല വഴികളും സ്വീകരിച്ചാണ് വിദ്യാർത്ഥികൾ മത്സരത്തിനെത്തിയത്. നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് യൂട്യൂബിൻ്റെ സഹായത്തോടുകൂടി മലപ്പുലയാട്ടം പഠിച്ച് സംസ്ഥാന തലത്തിലെത്തിയ മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കികളും അവരുടെ അധ്യാപകരുമാണ്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെ ഒരു നൃത്തരൂപത്തെ പറ്റി നേരത്തെ ആർക്കെങ്കിലും അറിയുമായിരുന്നോ? കലോത്സവത്തിന് വേണ്ടി പഠിച്ചതാണ്. ആരാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്? വിദ്യാർത്ഥികൾ നിങ്ങൾ തന്നെയാണോ? ടീച്ചേഴ്സാണോ? ടീച്ചേഴ്സാണ്. എന്താ അവർ ആദ്യം പറഞ്ഞു നിങ്ങളോട്? ഞങ്ങൾ ആദ്യം ഡാൻസിന് വേണ്ടിയിട്ട് വിളിച്ച് സെലക്ഷൻ പറഞ്ഞിട്ട്, അപ്പോൾ ഇങ്ങനെ ട്രൈബൽ ഡാൻസ് പറഞ്ഞപ്പോൾ കുറേ കുട്ടികളൊക്കെ ഒഴിഞ്ഞു പോയി. പിന്നീട് ബാക്കി വന്ന 10 പേരിൽ ഞങ്ങൾ ഇതാണ് പഠിച്ചു. എങ്ങനെ തുടങ്ങി? യൂട്യൂബ് നോക്കി തന്നെ തുടങ്ങായിരുന്നോ? യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടി മത്സരിച്ച് സംസ്ഥാന തലത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിന് നേതൃത്വം കൊടുത്ത അധ്യാപകരുടെ സംഘവും നമുക്കൊപ്പം ഉണ്ട്. എങ്ങനെയായിരുന്നു ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഇവിടെ മാനുവലിൽ ഇത്തരത്തിൽ ഒരു ഗോത്ര നൃത്തം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്കൂള് ഇത്തരത്തിലുള്ള 3 നൃത്തങ്ങളാണ് നമ്മൾ ഉപജില്ലയിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയത്. അത് ഉപജില്ലയിൽ പോയി നമ്മൾ ഫസ്റ്റ് നേടുകയും പിന്നീട് ജില്ലയിലേക്കും പിന്നീട് സംസ്ഥാന തലത്തിൽ വരെ എത്തുകയായിരുന്നു. അപ്പോൾ നമുക്കിത് ട്രെയിൻ ചെയ്തെടുക്കാൻ വേറെ ട്രെയിനേഴ്സിനെ ഒന്നും കൊണ്ടുവരാൻ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഗോത്രനൃത്തം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ വീഡിയോ കണ്ടെത്തി താല്പര്യമുള്ള കുട്ടികളോട് അതിലെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്തത്. പിന്നീട് പാട്ടില്ലാത്തത് കൊണ്ട് അതൊരു ടാസ്ക്കായിരുന്നു. കൊട്ട് മാത്രമായിരുന്നു. അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ കൃത്യമായി എണ്ണി അങ്ങനെ എഴുതി വെച്ച് അതനുസരിച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു. ഇതിപ്പോൾ സബ് ജില്ലാ തലത്തിലെ കിരീടം നേടണമെന്ന ലക്ഷ്യമാണ് സംസ്ഥാന തലം വരെ എത്തിച്ച് നിർത്തിയിരിക്കുന്നത് സ്കൂളിനെ, അല്ലേ? അതെ. സബ് ജില്ലയിൽ അവിടെ കിരീടം നേടണമെങ്കിൽ 57 ഇനങ്ങളിൽ മത്സരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കാരണം അത് കാലങ്ങളായിട്ട് മറ്റ് സ്കൂളുകൾ കൈവശം വെച്ചിരുന്നതാണ്. ഒരു സർക്കാർ സ്കൂൾ പരിമിതമായ സാഹചര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു വലിയ നേട്ടം കൈവരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാനം ഞങ്ങൾ ഒരുക്കിയ ഇനായിരുന്നു ഇത്. ഈ വാദ്യങ്ങൾ ഒരു പ്രധാന വിഷയമാണല്ലോ മലപ്പുലയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ വാദ്യങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടാതിരുന്നതാണോ അതോ ഈ കോല് മതി എന്ന് തീരുമാനിച്ചിരുന്നതാണോ? മാനുവൽ ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ അതിൽ വാദ്യങ്ങൾ ഇല്ലാത്ത റെക്കോർഡ് ഉപയോഗിച്ച് കളിക്കാമെന്ന് അതിൽ ഞങ്ങൾ കണ്ടു. അത് അപ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ്, അതായത് കൃത്യമായിട്ട് ഈ റെക്കോർഡ് ഉപയോഗിച്ച് ഏറ്റവും നന്നായിട്ട് കളിക്കാം, അങ്ങനെ ഞങ്ങൾ ഒരു വിജയം നേടിയെടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പരിശ്രമിച്ചതും. മാനുവൽ കണ്ടതോടുകൂടി വാദ്യങ്ങളില്ല എന്നുള്ള ടെൻഷനും അപ്പോൾ ഞങ്ങൾക്ക് ജില്ലയിലൊക്കെ പോകുമ്പോൾ കൂടുതൽ അവിടെ വാദ്യങ്ങളോടുകൂടി വന്നവരെക്കാളും ഞങ്ങളാണ് മത്സരിച്ച് ഫസ്റ്റ് മേടിച്ചത്. അപ്പോൾ സ്റ്റേറ്റിലേക്ക് എത്തുകയും ചെയ്യും. ഫ്രണ്ട്സോടുകൂടി ഇങ്ങോട്ട് തന്നെ വരാമല്ലോ. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തത്? അതായത് ഒന്നാമത്തെ കാര്യം പാട്ടില്ല, നിങ്ങളുടെ താളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് എണ്ണി തിട്ടപ്പെടുത്തുകയാണ്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് അവർ കളിക്കണം നോക്കിയിട്ട് എണ്ണിയിട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്തിട്ട് അത് എണ്ണി ഇങ്ങനെ ഓർക്കനെ എണ്ണിയിട്ട് എല്ലാവരും അറിയിച്ചിട്ട് അത് പിന്നെ വേറെ സ്റ്റെപ്പ് ആകുമ്പോൾ പറയും, ഓർക്കനെ വിളിച്ച് പറയും. അപ്പോൾ എല്ലാവരും സ്റ്റെപ്പ് മാറ്റിയിട്ട് അങ്ങനെ കളിച്ച്. അതായത് നിങ്ങൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇങ്ങനെ സംഖ്യകളും അങ്ങനെ എണ്ണിയിട്ട് ഓർക്കനെ പറയും. അപ്പോൾ അവർക്ക് മനസ്സിലാക്കി അവർ സ്റ്റെപ്പ് മാറ്റും. പേരെന്താ? തീർത്ഥയാണ്. അപ്പോൾ ഈ എണ്ണി തിട്ടപ്പെടുത്താനൊക്കെ നേതൃത്വം ടെൻഷൻ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരുടെ അടുത്തും വാദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് റെക്കോർഡഡ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ മത്സരിച്ച എല്ലാവരുടെ അടുത്തും വാദ്യമുണ്ട്. ഞങ്ങളുടെ അടുത്ത് മാത്രം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജില്ലയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ആയിരുന്നു. ടെൻഷൻ അടിച്ച ടീം സംസ്ഥാന തലത്തിലെത്തി. അതിൻ്റെ സന്തോഷമുണ്ട്. ഇപ്പോൾ അടുത്ത കലോത്സവം വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഗംഭീരമായി വാദ്യമൊക്കെ വെച്ച് നമ്മൾ വരും. എന്തായാലും ഇതൊരു അതിഗംഭീരമായ നീക്കമാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഐറ്റം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മത്സരത്തിൽ പങ്കെടുത്ത ടീമുകൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടി മലപ്പുലയാട്ടം പഠിച്ച് മറ്റു പല ടീമുകൾക്കും വാദ്യോപകരണങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അതില്ലാതെ കോല് മാത്രമായി വന്ന് മാറഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ടീം, ഈ വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും ഉൾപ്പെടുന്ന ഈ ടീം ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇതൊരു ഗംഭീര നിമിഷമാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ഇനി അടുത്ത കലോത്സവം എത്തുമ്പോഴേക്കും ഇതിലും ഗംഭീരമായ മത്സരം കാഴ്ചവെക്കാൻ ഈ ടീമിന് കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസവും ഇവർ പ്രകടിപ്പിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.